ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ സ്റ്റാഫിംഗ് എന്ന ഫംഗ്ഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് സ്റ്റാഫിംഗ്? സ്റ്റാഫിംഗ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഒരു പാർട്ടാണ്. സ്റ്റാഫിംഗ് ഈസ് കൺസേൺഡ് വിത്ത് obtaining, utilizing and maintaining a satisfactory and satisfied workforce. അതായത് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിന്റെ ഒബ്റ്റെയിനിങ്ങും യൂട്ടിലൈസിങ്ങും അതുപോലെ മെയിൻറ്റെയിനിങ്ങുമാണ്. അതായത് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ വർക്ക് ഫോഴ്സ് അഥവാ ഹ്യൂമൻ റിസോഴ്സസിന്റെ ഒബ്റ്റെയിനിങ്, അവരുടെ ലഭ്യതയും അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുക, അവരെ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, നിലനിർത്തി കൊണ്ടുപോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റാഫിംഗ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് അക്വിസിഷൻ ആൻഡ് അബ്സോർപ്ഷൻ. നമ്മൾ പറഞ്ഞു ഇതിന്റെ എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സിന്റെ ലഭ്യത അല്ലെങ്കിൽ അതിനെ അക്വയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് യൂട്ടിലൈസേഷൻ, അവരുടെ ഡെവലപ്മെന്റും അതുപോലെ തന്നെ അവരെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അങ്ങനെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ്റെനൻസും റിട്ടൻഷൻ, അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അവരെ തിരികെ നമ്മുടെ ബിസിനസ്സിന്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് അവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക തുടങ്ങിയ റിട്ടൻഷൻ, മോട്ടിവേഷൻ ആൻഡ് എംപവർമെന്റ്, അവർക്ക് നല്ലൊരു മോട്ടിവേഷനും എംപവർമെന്റും കൊടുത്ത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് അവരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ഇതാണ് സ്റ്റാഫിംഗിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റാഫിംഗിന്റെ സ്റ്റെപ്സ് എന്താണ്, അല്ലെങ്കിൽ പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ HR പ്ലാനിംഗ്, സെക്കൻഡ് റിക്രൂട്ട്മെന്റ്, തേർഡ് സെലക്ഷൻ, ഫോർത്ത് പ്ലേസ്മെന്റ് ആൻഡ് ഇൻഡക്ഷൻ, ഫിഫ്ത്ത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, സിക്സ്ത് പെർഫോമൻസ് അപ്രൈസൽ, സെവൻത്ത് പ്രൊമോഷൻ, എയ്ത്ത് കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ്. ഇതിലെ ഓരോ പ്രോസസ്സിലെ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോകുന്നുണ്ട്. ഫസ്റ്റ് വൺ HR പ്ലാനിംഗ്. HR പ്ലാനിങ്ങിനെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ ഷോർട്ടാക്കിയിട്ടാണ് HR പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ദ റൈറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് പീപ്പിൾ ഇൻ ടു ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം സോ ദാറ്റ് ദ ഓർഗനൈസേഷൻ ക്യാൻ മീറ്റ്സ് ഒബ്ജക്റ്റീവ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എങ്ങനെയാണ് റൈറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പീപ്പിൾ റൈറ്റ് ടൈമിൽ റൈറ്റ് ജോബിലേക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് HR പ്ലാനിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ബിസിനസ്സിന് ഒരു ജോലിക്ക് ഇത്ര പേരെ ആവശ്യമുണ്ട്, അത് ഇത്ര ഈ സമയത്തിനുള്ളിൽ വേണം, അത്രയും ആളുകളെ അത്രയും സമയത്തിനുള്ളിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ജോബിന്റെ പൊസിഷനിലേക്ക് അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ എത്തിക്കുന്നതാണ് HR പ്ലാനിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അക്കോർഡിംഗ് ടു ജീസ്ലർ, as a process of forecasting, developing and controlling human resources in an enterprise. ഒരു എന്റർപ്രൈസസിലെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ഫോർകാസ്റ്റിംഗും ഡെവലപ്പിംഗും കൺട്രോളിംഗുമാണ് HR planning. This process helps the enterprise to ensure that the right number of people, right kind of people, right place at the right time, performing tasks for which they are most effective. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ക്വാളിഫൈഡ് വർക്കേഴ്സ് റൈറ്റ് ജോബില് റൈറ്റ് ടൈമില് റൈറ്റ് പ്ലേസിൽ ഉണ്ടാവുക എന്നുള്ളതാണ് HR പ്ലാനിങ്ങിൽ അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ HR പ്ലാനിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് റിക്രൂട്ട്മെന്റ്? നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് ലൊക്കാറ്റിംഗ് ആൻഡ് എൻകറേജിംഗ് പൊട്ടൻഷ്യൽ അപ്ലിക്കൻസ് ടു അപ്ലൈ ഫോർ എക്സിസ്റ്റിംഗ് ഓർ ആന്റിസിപ്പേറ്റഡ് ജോബ് ഓപ്പണിംഗ്. അതായത് ഇപ്പൊ നിലവിലുള്ള ജോലിയിൽ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ജോലിയിലേക്ക് കുറച്ച് അപ്ലിക്കൻസിനെ നമ്മൾ എൻകറേജ് ചെയ്യാണ്, ലൊക്കേറ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ജോലി ഇനിയിപ്പോൾ വരാനുണ്ട്, നമ്മുടെ ബിസിനസ്സിൽ ഇനിയിപ്പോൾ ഒരു പോസ്റ്റ് ഒഴിവ് വരാനുണ്ട്, അല്ലെങ്കിൽ ഇനി പോസ്റ്റ് ഒഴിവുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ അപ്ലിക്കൻസിനെ എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുക, അതിനെ ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി റിക്രൂട്ട്മെന്റിന് രണ്ട് സോഴ്സസ് ആണുള്ളത്, ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും. ഇന്റേണൽ സോഴ്സ് എന്താണ്? പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ട്രെയിനിങ്, ഇൻഫോർമൽ സെർച്ച്, എക്സ്റ്റൻഷൻ ഓഫ് സർവീസസ്, ലെൻഡ് സർവീസസ്, ഇന്റേണൽ ഡെവലപ്മെന്റ്. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലുള്ളവരെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വാക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. അതായത് ഇപ്പോൾ പ്രൊമോഷൻ കൊടുത്തിട്ട് ഒരാളെ ആ പോസ്റ്റിലേക്ക് കയറ്റി വിടുക, അതുപോലെ തന്നെ ട്രാൻസ്ഫർ കൊടുക്കുക, മറ്റൊരു നമ്മുടെ തന്നെ ബ്രാഞ്ചിൽ നിന്ന് ഈ ബ്രാഞ്ചിലേക്കോ അങ്ങനെ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ ഓരോ ട്രെയിനീസിനെ പ്രൊമോഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആ പോസ്റ്റിലേക്ക് വെക്കുക. അതുപോലെ ഇൻഫോർമൽ ആയിട്ട് നമ്മൾ റിലേറ്റീവ്സ് അങ്ങനെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരാളെ അപ്പോയിന്റ് ചെയ്യിക്കുക. അതുപോലെ ഉള്ള സർവീസസ് തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ പോസ്റ്റിന്റെ വർക്ക് നമ്മൾ
കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ തുടങ്ങി ഇന്റേണൽ സോഴ്സസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്രൂട്ട്മെന്റ് നടത്താൻ പറ്റും. ഇനി എക്സ്റ്റേണൽ സോഴ്സസ് ഏതൊക്കെയാണ്? എംപ്ലോയീസ് വർക്കിംഗ് ഇൻ അതർ ഓർഗനൈസേഷൻ, മറ്റുള്ള ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിന് എന്ത് ചെയ്യാം, നമുക്ക് പോസ്റ്റിലേക്ക് അപ്ലിക്കന്റ് ആയിട്ട് വെക്കാം എന്നുള്ളതാണ്. പിന്നെന്താ, ജോബ് ആസ്പിറൻസ് രജിസ്റ്റർ വിത്ത് എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യാം, ഈ പോസ്റ്റിലേക്ക് വെക്കാം. ഇതൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ, ഓർഗനൈസേഷന്റെ പുറത്തുനിന്നുള്ളവരാണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. ഇന്റേണൽ സോഴ്സ് എന്ന് നമ്മൾ ഓർഗനൈസേഷനിലുള്ളവരെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ പോസ്റ്റിലേക്ക് വാക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിന് പുറത്തുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വാക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. എക്സ്റ്റേണൽ സോഴ്സസിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞു എംപ്ലോയ്മെന്റ് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മറ്റുള്ള ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, പിന്നെ സ്റ്റുഡൻസ് ഫ്രം റെപ്യൂട്ടഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, പല വിദ്യാഭ്യാസ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലുമുള്ള സ്റ്റുഡൻസ്, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് റെഫേർഡ് ബൈ യൂണിറ്റ്സ്, നമ്മുടെ ലേബർ യൂണിയൻ, അങ്ങനെ യൂണിയൻസ് എന്ത് ചെയ്യുന്നു, റെക്കമെൻഡ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന വ്യക്തികളൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സസിൽ. ഇന്റേണൽ സോഴ്സസിൽ ആരൊക്കെയാന്ന് പറഞ്ഞത്, നമ്മുടെ ഇവിടെ ഉള്ള ആളുകളെ പ്രൊമോഷൻ കൊടുത്ത് ആ പോസ്റ്റിലേക്ക് വെക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ട് ഈ പോസ്റ്റിലേക്ക് വെക്കാം. ട്രെയിനീസിന് പ്രൊമോഷൻ കൊടുത്തിട്ട് വെക്കാം. അതുപോലെ ഇൻഫോർമൽ ആയിട്ട് നമ്മുടെ ഓഫീസിൽ ഇങ്ങനെ ഇൻഫോർമൽ ആയിട്ട് സെർച്ചിലൂടെ നമുക്ക് ഒരാളെ അപ്പോയിന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സർവീസ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പോസ്റ്റിലെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ ഇന്റേണൽ ഡെവലപ്മെന്റിലൂടെ എന്ത് ചെയ്യാം, ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് നടത്താം. ഇനി പ്രൊസീജിയർ ഓഫ് റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളതാണ്. പ്രൊസീജിയർ ഓഫ് റിക്രൂട്ട്മെന്റിൽ ഫസ്റ്റ് ആണ് റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ റീ അക്വിസിഷൻ എന്നാണ്. അതായത് നമ്മുടെ ഓഫീസിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റിൽ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഒരു എംപ്ലോയീനെ നമ്മുടെ സൂപ്പർവൈസർ എന്ത് ചെയ്യാണ്, ഇനിയൊരു വേക്കൻസി ഡിപ്പാർട്ട്മെന്റിൽ ഇനിയൊരു വേക്കൻസി അറൈസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, ആ പോസ്റ്റിലേക്ക് റീ അക്വയർ ചെയ്യാണ്. അതാണ് റിക്വസിഷൻ. നെക്സ്റ്റ് അഡ്വർടൈസിങ്, അതായത് it is the next step will be the employment department to write the employment exchange or advertise the vacancy in the newspaper, asking candidates to send applications, give their qualification or tap some other source of labor. അതായത് നമ്മൾ ഒരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യാണ്, അവർക്ക് അറിയിക്കുകയാണ് ഇങ്ങനെ ഒഴിവ് വരുന്നുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണ്, ഇങ്ങനെ ഒരു വാക്കൻസി എന്ന് പറഞ്ഞൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണ്. അതാണ് നെക്സ്റ്റ് അഡ്വർടൈസിങ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ബ്ലാങ്ക് എന്നുള്ളത്. A competency-based application form should be used for each vacancy, which identifies the main competencies specified to that role. The application form can be shortened to include limited number of competencies depending on the vacancies. നമ്മൾ അപ്ലിക്കേഷൻ ഫോം വെച്ചിട്ട് ഓരോരുത്തരേനെ അപ്ലൈ ചെയ്തിട്ട് അവരുടെ കോമ്പറ്റൻസി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാണ്. നെക്സ്റ്റ് ആണ് ട്രേഡ് ടെസ്റ്റ്. ഇറ്റ് ഈസ് ജനറലി റിക്വയർഡ് ഫോർ ദോസ് ജോബ്സ് വിച്ച് ഇൻവോൾവ്സ് ടെക്നിക്കൽ വർക്ക്. അതായത് ടെക്നിക്കൽ വർക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ആവശ്യമുള്ള ഒരു ജോബാണ് ട്രേഡ് ടെസ്റ്റിൽ വരുന്നത്. ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് സ്റ്റെനോഗ്രാഫർ ഇൻ ആൻ ഓഫീസ്, ടെസ്റ്റ് ക്യാൻ ബി ഗിവൺ ടു ചെക്കപ്പ് ഹിസ് സ്പീഡ് ബോത്ത് അറ്റ് ഡിക്റ്റേഷൻ ആൻഡ് ടൈപ്പിംഗ്. അതായത് ഇപ്പൊ നമ്മൾ സ്റ്റെനോഗ്രാഫറിനെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിലെ ഡിക്റ്റേഷനിലും ടൈപ്പിങ്ങിലുള്ള അദ്ദേഹത്തിന്റെ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. അതായത് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ടെക്നിക്കൽ വർക്കിലൊക്കെ എടുക്കുമ്പോൾ അവർക്കൊരു ട്രേഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. ആക്ടിംഗ് ഓൺ ദ പ്രിൻസിപ്പൽ ദാറ്റ് ഇൻഡിവിജ്വൽ ഡിഫർ ഫ്രം വൺ അനദർ ബൈ ഡിഗ്രി ത്രൂ നോട്ട് ഇൻ കൈൻഡ്, സൈക്കോളജിസ്റ്റ് ഹാവ് ഡിവൈസ്ഡ് സർട്ടൈൻ ടെസ്റ്റ് which seek to measure the psychological characteristics of individual applicants for a position. അതായത് നമ്മുടെ ഒരു പോസ്റ്റിലേക്ക് ഒരാളെ വെക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, അയാളുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് ഒരാളെ വെക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൈൻഡും നമ്മൾ ഡിഗ്രി മാത്രമല്ല അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയും കൂടി നമുക്ക് എന്ത് ചെയ്യണം, അറിയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം എത്രത്തോളം ആ പോസ്റ്റിലേക്ക് ഇരിക്കാനുള്ള യോഗ്യത ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് ഇന്റർവ്യൂയിങ്. വെൻ ബീയിങ് ഇൻവൈറ്റഡ് ടു ഇന്റർവ്യൂ, കാൻഡിഡേറ്റ് ഷുഡ് ബി ആസ്ക്ഡ് ടു അഡ്വൈസ് അതോറിറ്റി ഇൻ അഡ്വാൻസ് എനി പർട്ടിക്കുലർ അറേഞ്ച്മെന്റ് നീഡഡ് ടു അക്കോമഡേറ്റ് ദം ഓൺ അറൈവൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, നമ്മൾ ആദ്യം
റീഅക്വയർ ചെയ്തു, പിന്നെ അഡ്വർടൈസ്മെന്റ് കൊടുത്തു. അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു, നമുക്ക് അപ്ലിക്കേഷൻ ലഭിച്ചു. എന്നിട്ട് നമ്മൾ അവരെന്നെ എന്ത് ചെയ്തു, ട്രേഡ് ടെസ്റ്റ് ചെയ്തു. അതായത് ടെക്നിക്കൽ ആകുമ്പോൾ ട്രേഡ് ടെസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ സൈക്കോളജിക്കലായിട്ട് ടെസ്റ്റ് നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അവരെ ഇന്റർവ്യൂ ചെയ്യാണ്. ഇന്റർവ്യൂ നടത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയരാക്കുന്നത്. അതായത് it is important to select a worker on the basis of medical test because the person poor health may generally be absent and training given to him to make waste the disease may spread amongst അതർ വർക്കേഴ്സ്. അതായത് ഇപ്പോൾ ഒരു എംപ്ലോയീനെ നമ്മൾ അല്ലെങ്കിൽ അപ്ലിക്കന്റിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അക്വയർ ചെയ്യാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മെഡിക്കൽ ടെസ്റ്റും കൂടി നമ്മൾ നടത്തും. കാരണം അദ്ദേഹം എത്രത്തോളം ക്യാപ്പബിൾ ആണ്, അദ്ദേഹത്തിന് പിന്നെ ഹെൽത്ത് ഉണ്ടോ എന്നുള്ളത്. പുവർ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരുപാട് ആബ്സെന്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ മെഡിക്കൽ ടെസ്റ്റ് നോക്കിയിട്ട് അവരുടെ ഹെൽത്തും കൂടി നമ്മൾ നല്ലൊരു ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഇവിടെ പോസ്റ്റിലേക്ക് എടുക്കുള്ളൂ. അതാണ് ഒരു മെഡിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഓൺ ദ ജോബ് ടെസ്റ്റ് ആൻഡ് സെലക്ഷൻ. ഇറ്റ് ഈസ് ഓൺ ദ ബേസ് ഓഫ് റിസൾട്ട് ദീസ് വേരിയസ് ടെസ്റ്റ് ദാറ്റ് ദ കാൻഡിഡേറ്റ് വുഡ് ബി ഫൈനലി സെലക്ടഡ്. ഈ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാൻഡിഡേറ്റ് സെലക്ട് ആവുകയെന്നുണ്ടെങ്കിൽ ബട്ട് ബിഫോർ ഹി ഈസ് ഗിവൺ ജോബ് ഓർ പെർമനന്റ് ബേസ് ഇറ്റ് വുഡ് ബെറ്റർ ടു try him out for few weeks in a factory itself. By observing the candidate at work, it will be known whether he can do his job properly or not. നമ്മൾ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ഈ ടെസ്റ്റുകളൊക്കെ പാസ്സായതിനു ശേഷം ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നമ്മൾ കുറച്ച് നാളിങ്ങനെ നിർത്തും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യാണ്. അദ്ദേഹം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തിനെ പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. Therefore, it is only after a trial for a few weeks that a person concerned should be treated as finally selected. ഇതിന് ശേഷമാണ് അദ്ദേഹത്തിനെ നമ്മൾ ഫൈനലായിട്ട് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. മനസ്സിലായി? ഓൺ ദ ജോബ് ടെസ്റ്റ് നമ്മൾ ജോബിലേക്ക് അവരെ അക്വയർ ചെയ്യുന്നു. അതിനുശേഷം അവരുടെ വർക്ക് എങ്ങനെയുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. അതിനുശേഷമാണ് ഫൈനലി സെലക്ഷനിലേക്ക് കടക്കുന്നത്. ഇതാണ് റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് HR പ്ലാനിങ് പഠിച്ചു, അതിനുശേഷം റിക്രൂട്ട്മെന്റ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് സെലക്ഷൻ. എന്താണ് സെലക്ഷൻ? Selection involves a series of steps by which a candidate are screened for choosing the most suitable person for a vacant jobs in an organization. ഒരു ഓർഗനൈസേഷനിലെ നമുക്ക് ഒരു വാക്കന്റ് ഉണ്ട്. ആ വാക്കന്റിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്നുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ നിന്ന് നമ്മൾ സ്ക്രീൻ ചെയ്തെടുക്കുകയാണ്. നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ പോസ്റ്റിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്രീൻ ചെയ്ത് എടുക്കുന്നു. അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. According to Dale order, selection is the process of choosing among the candidates from within the organization or from the outside that most suitable person for current position or for the future position. ഇപ്പോഴുള്ള പൊസിഷനിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ പൊസിഷനിലേക്കോ അതിലേക്ക് നമ്മുടെ ആ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ പേഴ്സണെ നമ്മൾ ഓർഗനൈസേഷനിൽ നിന്നോ ഓർഗനൈസേഷന്റെ പുറത്തു നിന്നോ നമ്മൾ എന്ത് ചെയ്യാണ്, ചൂസ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് സെലക്ഷൻ എന്നുള്ളത്. ഈ സെലക്ഷന്റെ പ്രോസസ്സ് ഉണ്ട്. സെലക്ഷന്റെ പ്രോസസ്സ് എന്താ വേണ്ടത്? പ്രിലിമിനറി ഇന്റർവ്യൂ, സെലക്ഷൻ ടെസ്റ്റ്, എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ, റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, സെലക്ഷൻ ഡിസിഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, ജോബ് ഓഫർ, കോൺട്രാക്ട്സ്, എംപ്ലോയ്മെന്റ്. ഇത്രയും സ്റ്റെപ്സ് ഇതിൽ വരുന്നുണ്ട്, സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് സെലക്ഷൻ പ്രോസസ്. നമ്മൾ പറഞ്ഞു സെലക്ഷൻ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷൻ ഒരു വാക്കൻസി ഇപ്പോഴുണ്ട്, അല്ലെങ്കിൽ വരാനിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സണെ നമ്മൾ എന്ത് ചെയ്യാണ്, അവൈലബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് പുറത്തുനിന്നുള്ള കാൻഡിഡേറ്റ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്രീൻ ചെയ്തെടുക്കുന്നു. ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും, അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്രീൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞ റിക്രൂട്ട്മെന്റിൽ നമ്മൾ പറഞ്ഞു ഇന്റേണൽ സോഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. അപ്പൊ ഇന്റേണലിൽ നിന്നും എക്സ്റ്റേണലിൽ നിന്നും നമ്മൾ കിട്ടുന്ന സോഴ്സസിൽ നിന്നും നമുക്ക് നമ്മുടെ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ, ഒരു അപ്ലിക്കന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്തെടുക്കുകയാണ്, സ്ക്രീൻ ചെയ്തെടുക്കുക. അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രോസസ്സുകളാണ് പറയുന്നത്. ഫസ്റ്റ് പ്രിലിമിനറി ഇന്റർവ്യൂ. The applicants received from job seekers should be subjected to scrutiny as to eliminate unqualified applicants. Preliminary interview helps to reject misfit applicants. അതായത് നമ്മൾ ഇവിടെ തന്നെ എന്ത് ചെയ്യാണ്, അൺക്വാളിഫൈഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് അല്ലാത്ത അപ്ലിക്കൻസിനെ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്തുകൊണ്ട് പ്രിലിമിനറി ഇന്റർവ്യൂ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ക്വാളിഫൈഡ് അല്ലാത്ത അപ്ലിക്കൻസിന് എന്ത് ചെയ്യാണ്,
എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തുന്നത്. അതായത് നമുക്ക് ജോബ് അന്വേഷിക്കുന്നവരൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ട് ക്വാളിഫൈഡ് ആയവർ ആരാണെന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് സെലക്ഷൻ ടെസ്റ്റ്. ദ ജോബ് സീക്കേഴ്സ് ഹു പാസ് ദ സ്ക്രീനിങ് ആൻഡ് ദ പ്രിലിമിനറി ഇന്റർവ്യൂ ആർ കോൾഡ് ഫോർ ടെസ്റ്റ്. അതായത് ഈ ജോബ് സീക്കേഴ്സ് സ്ക്രീനിങ് അഥവാ പ്രിലിമിനറി ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ പിന്നെന്താണ്, സെലക്ഷൻ ടെസ്റ്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് മേ ബി അഡ്മിനിസ്ട്രേറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ജോബ് ആൻഡ് ദ കമ്പനി. അതായത് ഒരു ജോബിന്റെ പോസ്റ്റും അത് ഇതുപോലെ തന്നെ ഒരു കമ്പനിയിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഉണ്ടോ എന്നനുസരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് ആർ യൂസ്ഡ് ടു ഡിറ്റർമൈൻ അപ്ലിക്കൻസ് എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് പേഴ്സണാലിറ്റി. ആ അപ്ലിക്കന്റിന്റെ കഴിവ്, അതുപോലെ തന്നെ സ്വഭാവം, വ്യക്തിത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെലക്ഷൻ ടെസ്റ്റ് നടത്തുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സെലക്ഷൻ പ്രോസസ് ഇസ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. ഇന്റർവ്യൂ ഇസ് ഫോർമൽ ഇൻ ഡെപ്ത് കോൺവെർസേഷൻ കണ്ടക്ടഡ് ടു ഇവാലുവേറ്റ് അപ്ലിക്കൻസ് ആക്സെപ്റ്റബിലിറ്റി. അതായത് ഒരു അപ്ലിക്കന്റിനെ എത്രത്തോളം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോർമലായിട്ട്, അതുപോലെ തന്നെ ഇൻ ഡെപ്ത് ആഴത്തിൽ ഒരു ഫോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ നടത്തുകയാണ്. ഇറ്റ് അലൗസ് ടു വേ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. ദ ഇന്റർവ്യൂ ലേൺസ് അബൌട്ട് ദ അപ്ലിക്കന്റ് ആൻഡ് അപ്ലിക്കന്റ് ലേൺസ് അബൌട്ട് ദ എംപ്ലോയർ. അതായത് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയിനെ കുറിച്ച് എംപ്ലോയർക്കും എംപ്ലോയറിനെ കുറിച്ച് എംപ്ലോയിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അവരെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റുന്നു. എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ ക്യാൻ ബി 1-to-1 സീക്വൻഷ്യൽ പാനൽ. അതായത് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ ഓരോരുത്തരായിട്ട് നടത്താം, അതുപോലെ സീക്വൻഷ്യൽ ഓർഡറിൽ നടത്താം, അതൊരു പാനലായിട്ട് നടത്താവുന്നതാണെന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. ഓൾ ദ ലിസ്റ്റഡ് on the application form references are not be usually checked until the applicant has successfully reached the fourth stage of sequential selection process. The reference and background checks gives additional information about the applicant. ഈ അപ്ലിക്കന്റിന്റെ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് ഈ റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യുന്നത്. ബട്ട് വെൻ ദ ലേബർ മാർക്കറ്റ് ഈസ് ടൈറ്റ്, organizations sometimes hire applicants before checking references. Previous employees, public figures, university professors, neighbors or friends can act as references. അതായത് ഇദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് നെയ്ബേഴ്സിനോടോ ഫ്രണ്ട്സിനോടോ പ്രൊഫസേഴ്സിനോടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെയൊക്കെ റെഫറൻസ് നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതുപോലെ ഇൻ സെവറൽ കേസസ് റെഫറൻസസ് ആർ ഫോർമാലിറ്റി ആൻഡ് സെൽഡം വെരിഫൈഡ് ബൈ ദ എംപ്ലോയർ. അതായത് ഈ റെഫറൻസസ് ഒക്കെ നമ്മളൊരു ഫോർമൽ ഇതിൽ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ അവസാനം നമ്മൾ വെരിഫൈ ചെയ്യുന്നത് ആരായിരിക്കും, എംപ്ലോയറുടെ ഒരു തീരുമാനത്തിന്റെ പുറത്തായിരിക്കും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടും റെഫറൻസും ഒക്കെ ചെക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യാന്നുള്ളത്. ആഫ്റ്റർ ഒബ്റ്റൈനിങ്, നെക്സ്റ്റ് സ്റ്റെപ്പാണ് സെലക്ഷൻ ഡിസിഷൻ എന്നുള്ളത്. ആഫ്റ്റർ ഒബ്റ്റൈൻ ദ ഇൻഫർമേഷൻ ത്രൂ ദ പ്രിസൈഡിംഗ് സ്റ്റെപ്സ്, സെലക്ഷൻ ഡിസിഷൻ ഇസ് മെയ്ഡ് ഫ്രം ദ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു പാസ്ഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ ആൻഡ് റെഫറൻസ് ചെക്സ്. ദ വ്യൂസ് ഓഫ് ദ ലൈൻ മാനേജർ വിൽ ബി ജനറലി കൺസിഡർഡ് ഇൻ ദ ഫൈനൽ സെലക്ഷൻ ബിക്കോസ് ഹി ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ പെർഫോമൻസ് ഓഫ് ന്യൂ എംപ്ലോയി. അതായത് ഈ കാര്യങ്ങൾ പ്രിലിമിനറി ഇന്റർവ്യൂ പാസ്സായി സെലക്ഷൻ ടെസ്റ്റ് നടത്തി അതിനുശേഷം എംപ്ലോയിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തു, അതിനുശേഷം അദ്ദേഹത്തിന്റെ റെഫറൻസ് നടത്തി, അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സും അതുപോലെ എന്ത് ചെയ്യാണ് അദ്ദേഹത്തിന്റെ ടീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ അവരോടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഴയ എംപ്ലോയേഴ്സിന്റെ അടുത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, റെഫറൻസ് നടത്തുന്നു. അതിനുശേഷം നമ്മുടെ എംപ്ലോയർ ഇദ്ദേഹത്തിന് എടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, പുതിയൊരു എംപ്ലോയി ആയിട്ട് നിയമിച്ച് അദ്ദേഹത്തിന് അതിന് റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ്. ദ HR മാനേജർ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഫൈനൽ സെലക്ഷൻ. ഈ HR മാനേജർ, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് അവിടെ ഒരു ഇമ്പോർട്ടന്റ് റോളാണ്, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോളാണ് അവിടെ ഉള്ളത്. ഈ ഫൈനൽ സെലക്ട് ചെയ്യുന്നത് ആരായിരിക്കും, ഈ HR മാനേജർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു എന്താ പറയാ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോൾ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ആഫ്റ്റർ ദ സെലക്ഷൻ ഡിസിഷൻ ബിഫോർ ദ job offer is made, the candidate is required to undergo physical fitness test. A job offer is offered contingent upon the candidate being declared fit after physical examination. അതായത് നമ്മളിപ്പോൾ ഒരാളെ ന്യൂ എംപ്ലോയി ആയിട്ട് എടുക്കാനായിട്ട് സെലക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യും, പിന്നീട് ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിക്കലി അദ്ദേഹം ഫിറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ടെസ്റ്റിനും കൂടി അദ്ദേഹത്തിന് വിധേയനാക്കും എന്നുള്ളതാണ്. Objectives behind the physical test is detected if individual causes any infection, disease or physical fit to perform the work. Such tests also protect the employees from the workers' compensation claims.
നമ്മൾ പറഞ്ഞു നമ്മളൊരു ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളെ മാത്രമാണ് നമ്മൾ അതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡോപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും അദ്ദേഹത്തിന് ഫിസിക്കലി ടെസ്റ്റിൽ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും ഫിസിക്കലി ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്തിനു കാരണമാകും, മറ്റുള്ള എംപ്ലോയീസിനൊക്കെ അത് അസുഖം വരാനോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഇതിനൊക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് കാരണമാകും. Such a test also protect the employees from the workers' compensation claims. ഇതൊക്കെ മറ്റുള്ള എംപ്ലോയേഴ്സിനെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കോമ്പൻസേഷൻ ക്ലെയിം, വർക്കേഴ്സിന്റെ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യുന്നതിനും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് ജോബ് ഓഫർ എന്നുള്ളത്. ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്സ് ടു സെലക്ഷൻ പ്രോസസ് ടു ദോസ് അപ്ലിക്കൻസ് ഹു ഹാവ് ക്രോസ്ഡ് ദ പ്രീവിയസ് ഹർഡിൽസ്. ജോബ് ഓഫർ ഇസ് മെയ്ഡ് ത്രൂ ലെറ്റർ ഓഫ് അപ്പോയിന്റ്മെന്റ്. ഇതൊക്കെ കഴിഞ്ഞു. എന്തൊക്കെ കഴിഞ്ഞു? ആദ്യം ഇന്റർവ്യൂ നടത്തി, സെലക്ഷൻ ടെസ്റ്റ് നടത്തി, ഇന്റർവ്യൂ നടത്തി, പ്രിലിമിനറി എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തു. സെലക്ട് ചെയ്യാന്നുള്ള ഒരു ഡിസിഷൻ HR മാനേജർ എടുക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ഫിസിക്കലി ഫിറ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാണ്. അങ്ങനെ അതും പാസ്സാവുകയാണ്. അദ്ദേഹം ഒന്നും കുഴപ്പമൊന്നുമില്ല, ഫിസിക്കലി ഫിറ്റ് ആണ്. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പം അങ്ങനെയാണ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു, നമ്മളൊരു ജോബ് ഓഫർ, ഒരു ലെറ്റർ ഓഫ് അപ്പോയിന്റ്മെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാണ്. Such a letter generally contains date by which appointee must report on duty. ഡ്യൂട്ടിയിൽ എപ്പോൾ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഡേറ്റ് അദ്ദേഹത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. The rejected application are informed about their non-selection and their applicants are preserved for future use. അതായത് റിജക്ട് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻസിനൊക്കെ നോൺ സെലക്ട് ചെയ്തു എന്നുള്ളതും അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് അവരുടെ അപ്ലിക്കേഷൻസ് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം അവരെ അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ജോബ് ഓഫർ എന്ന് പറയുമ്പോൾ. ജോലി ചെയ്യേണ്ട ആളുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഏത് സമയത്ത് വരണം എന്നുള്ള കാര്യം കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ റിജക്റ്റഡ് ആപ്ലിക്കേഷന് അവരുടെ നോൺ സെലക്ഷൻ ആണ്, ഒപ്പം തന്നെ അവരുടെ ഫ്യൂച്ചറിലേക്ക് റെഫർ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ആണ് കോൺട്രാക്ട്സ് ഓഫ് എംപ്ലോയ്മെന്റ് എന്നുള്ളത്. ആഫ്റ്റർ ദ ജോബ് ഓഫർ ഹാസ് ബീൻ മെയ്ഡ് ദ കാൻഡിഡേറ്റ് ആക്സെപ്റ്റ് ദ ഓഫർ, കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഈസ് പ്രൊവൈഡ്. ഇദ്ദേഹം ജോബ് ഓഫർ നമ്മളിപ്പോ ലെറ്റർ ഓഫ് അപ്പോയിന്റ്മെന്റ് അദ്ദേഹത്തിന് അയച്ചു. ആ കാൻഡിഡേറ്റ് എന്ത് ചെയ്യാണ്, നമ്മുടെ ജോലിയിൽ പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് പ്രിപ്പയർ ആണ് അവിടെ. The basic information that included written contract of employment vary according to the level of job. ഓരോ ജോബിന്റെ ലെവൽ അനുസരിച്ചിട്ട് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അദ്ദേഹം ജോലിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഫോം ചെയ്യുന്നുണ്ട്. എംപ്ലോയും എംപ്ലോയറും കൂടിയിട്ടുള്ള ഒരു കോൺട്രാക്ട് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്.